friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അവൽ ലഡ്ഡു ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാവം അവലുണ്ട. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മതി. ഒരുപാട് ആർഭാടായിട്ടൊന്നല്ല നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. ആർക്കും എത്ര പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് മട്ടരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത്, വെള്ളവിലല്ല. ഇനി നന്നായിട്ട് വിരലിലിട്ട് പൊടിച്ചാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. അത്രയും ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ പൊടിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പോൾ അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരമുറി തേങ്ങയും ഒരു 6 ശർക്കര ഇടിച്ച് വെച്ചേക്കണതാണ്. ശർക്കര ഇത്രയും മധുരം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഞാനൊന്ന് ഇടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ മിക്സിയിലിട്ട് പൊടിഞ്ഞ് കിട്ടണമല്ലോ. ഇനി അതിലേക്ക് അവരിട്ടിട്ടുള്ളത് ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച ജാറിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് പൊടിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നാളികേരവും ശർക്കരയും എല്ലാം കൂടി ഇട്ടിട്ട് പകുതി എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല. ഇനി നമുക്കത് പൊടിക്കാം. ഇപ്പോൾ ഇതേ പൊടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ശർക്കരയും അവലും കൂടി പൊടിച്ചെടുക്കാം. ഇനി എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടിയാണ് പൊടിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നെയ്യ്, അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ നെയ്യിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി അമർത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി. ഇനി വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. നമുക്കിങ്ങനെ എല്ലാതും ബോൾസാക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതിൽ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ കിസ്മിസോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിള്ളേരുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നുകൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.